ഹലോ നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും ഏണസ്റ്റിലേക്ക് സ്വാഗതം. നമ്മുടെ സയന്റിഫിക് ഓഫീസർ അല്ലെ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോ നമുക്കറിയാം ഇനി വളരെ കുറച്ച് അല്ലെ നാളുകൾ അല്ലെങ്കിൽ കുറച്ച് മാസം മാത്രമേ ഉള്ളൂ. ഡിസംബറിൽ നമ്മുടെ എക്സാം ആണ്. അപ്പൊ ഇനി ഈ കുറച്ച് സമയത്ത് നമുക്ക് ധാരാളം പോർഷൻസ്, വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് കവർ ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ സിലബസിന്റെ ആ ടൈറ്റിൽസ് ഒന്ന് നോക്കി പോവാം. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് മൊഡ്യൂള് വളരെ എളുപ്പമുള്ള ബയോകെമിസ്ട്രി ആണ്. ബയോമോളിക്യൂൾസ് ആൻഡ് ബയോകെമിക്കൽ ടെക്നിക്സ് ആണ്. അപ്പൊ ഇവിടെ ബയോകെമിസ്ട്രിയും കുറച്ച് ഇൻസ്ട്രുമെന്റേഷന്റെ പോർഷൻസും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് നമുക്ക് പറയാം. മെയിൻലി സ്ട്രയർ ലെനിഞ്ചറും അതുപോലെ തന്നെ വിൽസൺ ആൻഡ് വോക്കറിന്റെ ഒക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് ടെക്നിക്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ആദ്യം നമുക്ക് ആ മൊഡ്യൂൾസ് ഒന്ന് പറഞ്ഞു പോവാം. സോ ആദ്യത്തെ മൊഡ്യൂള് ബയോമോളിക്യൂൾസും ബയോകെമിക്കൽ ടെക്നിക്സും ആണ്. മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ന്യൂട്രീഷനും ബയോകെമിക്കൽ ബേസ് ഓഫ് ഡിസീസും ആണ്. 7 മാർക്കാണ് ഇവിടുന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക്കലി ഫിസിയോളജിയുടെ കുറച്ച് പോർഷൻസ് ആണ്. ന്യൂട്രീഷനും അതുപോലെ കുറച്ച് ബയോകെമിക്കൽ ബേസ് ഓഫ് ഡിസീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ. അടുത്തത് നമ്മുടെ ബയോകെമിസ്ട്രി പോർഷൻ അകത്ത് വരുന്ന എൻസൈം ആണ് അല്ലെ, എൻസൈമോളജി. പിന്നെ മെറ്റബോളിസവും കൂടെ വരുന്ന അടുത്ത മൂന്നാമത്തെ മൊഡ്യൂള് 8 മാർക്കാണ് ഇവിടുന്ന് ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ, 8 മാർക്കാണ്. അതുപോലെ ഫോർത്ത് മൊഡ്യൂളില് മോളിക്കുലർ ബയോളജി ഇമ്മ്യൂണോളജി ആണ്. എഗെയിൻ 8 മാർക്കാണ് ഇവിടുന്ന് ചോദിക്കുന്നത്. 8 മാർക്കാണ് കൃത്യമായിട്ട് മോൾ ബയോ ഇമ്മ്യൂണോളജി അല്ലെ. അപ്പൊ ആദ്യത്തെ 4 മൊഡ്യൂൾ ഇത് മൊത്തം നമുക്ക് ബയോളജിയിൽ പെടുത്താവുന്ന ഏരിയ ആണ്. ഇനി നമ്മൾ കെമിസ്ട്രിയിലോട്ട് പോകുമ്പോൾ അടുത്ത ഒരു മൊഡ്യൂൾ ആണ് കെമിസ്ട്രി. അവിടെ 7 മാർക്കിനുള്ള ചോദ്യം വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് സ്ട്രക്ചറൽ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി അല്ലെ. അടുത്ത മൊഡ്യൂൾ ആണത്, സ്ട്രക്ചറൽ ആൻഡ് സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി. 7 മാർക്കാണ് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് സ്പെക്ട്രോസ്കോപ്പി ഇൻ ഓർഗാനിക് കോമ്പൗണ്ട്സ്. 7 മാർക്കിനുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇതിന്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് പറയാം. ഞാൻ ആദ്യമേ സിലബസ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, ദെൻ തിയറട്ടിക്കൽ കെമിസ്ട്രി ആൻഡ് കൈനറ്റിക്സ് ആണ് അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റേഷൻ മെത്തേഡ്സ് ഇൻ കെമിക്കൽ അനാലിസിസ്. അഗെയിൻ 8 മാർക്കാണ്. ഇൻസ്ട്രുമെന്റേഷൻ ആണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഫോറൻസിക് ആണ്. ഇത് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഫോറൻസിക് ആണ്. അത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഫോറൻസിക്. ഇപ്പൊ ഞാനിപ്പോ ബയോളജി കെമിസ്ട്രി ആ ഒരു ഏരിയയിൽ വരുന്ന മൊഡ്യൂളും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ആണ് പറഞ്ഞത്. ആൻഡ് ഇനി താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറൻസിക്കിന്റെ വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറെ കാര്യങ്ങൾ നല്ല ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പുസ്തകങ്ങൾ പരിചയപ്പെടാം. ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ പ്രിപ്പറേഷനിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന്, ഇൻസ്ട്രുമെന്റേഷൻ നമുക്ക് പല സ്ഥലത്ത് കാണാം, ഇൻക്ലൂഡിങ് ഫോറൻസിക്സിലുണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂൾസിലൊക്കെ ഇൻസ്ട്രുമെന്റേഷൻ വരുന്നുണ്ട്. ഇൻസ്ട്രുമെന്റേഷന് പറ്റിയ ഒരു ബുക്കാണ് വിൽസൺ ആൻഡ് വാക്കറിന്റെ നല്ല ഒരു ബുക്കാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ബയോകെമിസ്ട്രി ആൻഡ് മോൾ ബയോ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. വളരെ നല്ലൊരു ബുക്കാണ്. ഇതിന്റെ ഒരു ലൈറ്റർ വേർഷൻ ആണ് വീരകുമാരിയുടെ, ഇന്ത്യൻ ഓതർ ബുക്കാണ് വീരകുമാരിയുടെ ഒരു ബുക്ക്. ഞാൻ ഫിഗർ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ആ ഒരു ബുക്കും നല്ലൊരു ബുക്കാണ്. അപ്പൊ ഈ 2 ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വിൽസൺ ആൻഡ് വക്കർ മതി, പോരാത്തവർക്ക് കുറച്ച് ലൈറ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് വീരകുമാരി യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഈ വിൽസൺ ആൻഡ് വാക്കർ. ഞാൻ ഫിഗർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ബയോ ഇൻസ്ട്രുമെന്റേഷൻ ബൈ എൽ വീരകുമാരി വളരെ നല്ലൊരു ബുക്കാണ്. കുറച്ചുകൂടി ലൈറ്റർ വെർഷൻ ആണ് ഇത്. ഈ വിൽസൺ ആൻഡ് വാക്കറും നല്ല ഒരു സ്റ്റാൻഡേർഡ് ബുക്കാണ്. അത് കൂടാതെ മോളിക്കുലർ ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാത്ത് ഫൈൻഡറിന്റെ ഒരു ബുക്കും ലൈറ്റർ വെർഷൻ ആണ്. വിൽസൺ വാക്കർ കുറച്ച് ഇൻഡെപ്ത് ആണ്, സ്റ്റാൻഡേർഡ് ബുക്കാണ്. അതാണ് ഏറ്റവും നല്ല ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്. Or you can use this Veerakumari or that molecular techniques by Pathfinder ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. പല ടെക്നിക്സും പല എക്സ്പ്ലനേഷൻസും നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആക്കണമെങ്കിൽ നമുക്ക് അതൊക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സിമ്പിൾ എക്സ്പ്ലനേഷൻസ് അവിടെ നിന്നും കൂടെ നമുക്ക് കിട്ടും. അടുത്തൊരു ബയോകെമിസ്ട്രി ആണ്. മെയിൻലി നമുക്ക് തേർഡ് മൊഡ്യൂളും ഫസ്റ്റ് മൊഡ്യൂളിലും ബയോകെമിസ്ട്രി പോർഷൻസ് വരുന്നുണ്ട്. അപ്പൊ അത്
ബയോകെമിസ്ട്രിയുടെ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് സ്ട്രയറിന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ്, അല്ലെങ്കിൽ ലെനിഞ്ചർ യൂസ് ചെയ്യാം. രണ്ട് നല്ല ടെക്സ്റ്റ് ബുക്കാണ്, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കാണ്. സ്ട്രയർ, ലെനിഞ്ചർ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഓർ യു ക്യാൻ ഗോ ഫോർ സത്യനാരായണൻ ഓർ വാസുദേവൻ ശ്രീകുമാരി. അത് കുറച്ച് ഈ പറഞ്ഞ ലൈറ്റർ വെർഷൻ ആണ്. ഈ പറയുന്ന വാസുദേവൻ ശ്രീകുമാരി ഒക്കെ കുറച്ചുകൂടെ ലൈറ്റർ വെർഷൻ ആണ്. ബട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രയറും ലെനിഞ്ചറും തന്നെയാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഫിസിയോളജി, വളരെ കുറച്ച് പോർഷൻസ് ഫിസിയോളജി വരുന്നുണ്ട്. ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, ഗൈറ്റൺ ആൻഡ് ഹോളിന്റെ മെഡിക്കൽ ഫിസിയോളജി ടെക്സ്റ്റ് ബുക്ക് ഇസ് എ ബെറ്റർ ഓപ്ഷൻ. ദെൻ നമുക്ക് ഫോർത്ത് മൊഡ്യൂൾ ആണെന്ന് തോന്നുന്നു, മോളിക്കുലർ ബയോളജി പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ അവിടെ നമുക്ക് രണ്ട് ടെക്സ്റ്റ് ബുക്കുകളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് വാട്സൺ, അതുപോലെ തന്നെ ട്രോപ്പ്, രണ്ട് ബുക്കുകളാണ്. വാട്സണിന്റെ ബുക്കും അതുപോലെ ട്രോപ്പിന്റെ ബുക്കും, രണ്ടും നല്ല ബുക്കുകളാണ്. അതിൽ ട്രോപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഡെപ്ത് ആണ്. ട്രോപ്പ് നിങ്ങൾ അത്രയും ഇൻഡെപ്ത് നമുക്ക് നമ്മുടെ ഒരു എക്സാമിന് ആവശ്യമില്ല. വാട്സൺ പക്കയായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ് വാട്സന്റെ ബുക്ക്. ട്രോപ്പ് കുറച്ചുകൂടെ ഇൻഡെപ്ത് ആണ്, നമുക്ക് അത്രയും ആവശ്യമില്ല. അടുത്തതാണ് ബൈബിൾ, ഇമ്മ്യൂണോളജി ആണ്. ബൈബിൾ ഓഫ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന ബുക്കാണ് ഈ നിങ്ങളിപ്പോ മുമ്പിൽ കാണുന്ന ക്യുബൈ അല്ലെ, അല്ലെങ്കിൽ ക്യുബൈ എന്ന് എന്തായാലും കുഴപ്പമില്ല. സോ ക്യുബൈയുടെ ബുക്കാണ് ഇമ്മ്യൂണോളജിയുടെ ഒരു ബൈബിൾ എന്ന് വിളിക്കുന്നത്. വളരെ നല്ലൊരു ബുക്കാണ്. വളരെ എല്ലാ കാര്യങ്ങളും, ഇമ്മ്യൂണോളജി എന്നുള്ള സർവ്വ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ക്യുബിയുടെ ഇമ്മ്യൂണോളജിയുടെ ബുക്ക്. നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബുക്കാണ്. ഓക്കെ, അടുത്തത് കെമിസ്ട്രിയിലോട്ട് വരുവാണ്. നമുക്ക് ബയോളജി പോർഷൻ മെയിൻലി ഇത്രയാണ് വരുന്നത്. ടെക്നിക്സിന് വിൽസൺ ആൻഡ് വോക്കർ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ വീരകുമാരി യൂസ് ചെയ്യാം. ബയോകെമിസ്ട്രി, ലെനിഞ്ചർ, സ്ട്രയർ, ഫിസിയോളജി ഗൈറ്റൺ, മോളിക്കുലർ, വാട്സൺ, ഇമ്മ്യൂണോളജി, ക്യുബി. വളരെ സിമ്പിൾ. ഇത്രയും ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മൾ ബയോളജിക്ക് മെയിൻലി യൂസ് ചെയ്യാൻ പറ്റുന്ന ബുക്കുകൾ. ഇനി അടുത്തതാണ് നമ്മുടെ ഹ്യൂഹയുടെ ബുക്ക്, ഇനോർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് റിയാക്ടിവിറ്റി എന്ന് പറയുന്ന ഈ ഒരു വെർഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ജെയിംസ് ഇ ഹ്യൂഹയുടെ ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതാണ് അറ്റ്കിൻസ് ഫിസിക്കൽ കെമിസ്ട്രി. കെമിസ്ട്രിയുടെ അത്യാവശ്യം ബേസിക് നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങൾ ഈ ബുക്കൊക്കെ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അറ്റ്കിൻസ് ഫിസിക്കൽ കെമിസ്ട്രി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കാൽസിയുടെ സ്റ്റീരിയോ കെമിസ്ട്രി, ഈ ഒരു ബുക്ക് ഇറ്റ് ഈസ് ഗുഡ് ബുക്കാണ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബുക്കാണ് കാൽസിയുടെ സ്റ്റീരിയോ കെമിസ്ട്രി. ഓക്കെ, പിന്നെ വരുന്നത് ഫോറൻസിക് ആണ്. അപ്പൊ ഈ ഒരു മേജർ ആയിട്ട് ഈ 3 ബുക്കൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കെമിസ്ട്രിയുടെ ആ പോർഷൻസ് നമുക്ക് മെജോറിറ്റി കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ ബയോളജിയുടെ ഞാൻ ആ പറഞ്ഞ പോർഷൻസ് നോക്കിയാൽ നമുക്ക് അത് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ഫോറൻസിക് ആണ്. അപ്പൊ അവിടെ ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് ക്രിമിനലിസ്റ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. നമ്മളുടെ സഫ്രിസ്റ്റീന്റെ ഒരു ബുക്കാണ്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നമ്മുടെ BR ശർമ്മയുടെ ഫോറൻസിക് സയൻസ്, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രയൽസ് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ശർമ്മയുടെ ഫോറൻസിക് സയൻസ് നല്ല ഒരു ടെക്സ്റ്റ് ബുക്കാണ്. നമുക്ക് ഇതും യൂസ് ചെയ്യാവുന്നതാണ്. ഫോറൻസിക് സയൻസ് നമുക്കറിയാം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അപ്പൊ ഇത് കവർ ചെയ്യാനായിട്ട് ഉള്ള ബുക്കുകളാണ് ഞാൻ ഇപ്പൊ പറയുന്നത്, ഫോറൻസിക് സയൻസ്. ഇനി കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് കുറെ കൂടെ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മുടെ മിസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണുക. അപ്പൊ അതിൽ കുറച്ച് അഡീഷണൽ ബുക്കും കൂടെ മിസ് പറഞ്ഞു പോകുന്നുണ്ട്. ഫോറൻസിക്കിന് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് 2-3 ബുക്ക് കൂടെ മിസ് പറയുന്നുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് നമ്മുടെ ടോപ്പിക് കവർ ചെയ്യാനുള്ള പുസ്തകങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അടുത്താണ് ഹാൻഡ് ബുക്ക് ഓഫ് ഫോറൻസിക് സയൻസ്, ഫ്രേസറിന്റെ ബുക്കാണ് ഹാൻഡ് ബുക്ക് ഓഫ് ഫോറൻസിക് സയൻസ്. പിന്നെ ഫയർ ഇൻവെസ്റ്റിഗേഷൻ, ക്രിക്സ് ഫയർ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഐക്കോവിന്റെ ഒരു പുസ്തകം ഉണ്ട്. അപ്പൊ അതും ഒരു നല്ല ബുക്കാണ്. പിന്നെ ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി, നാരായൺ റെഡ്ഡിയുടെ ഒരു ബുക്ക് ഉണ്ട്. ദെൻ നമ്മളുടെ BS നാബറിന്റെ ഫോറൻസിക് സയൻസ് ആൻഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന വേറൊരു ബുക്ക് ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ദെൻ ക്രൈം സീൻ ഫോട്ടോഗ്രാഫി, റോബിൻസന്റെ ഒരു ബുക്ക് ഉണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫോറൻസിക്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷനിൽ വേണ്ടിയിട്ട് നെൽസന്റെ ഒരു ബുക്ക് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട ഫോറൻസിക്കിൽ വരുന്ന ബുക്ക്. കഴിഞ്ഞിട്ടില്ല ക്രിമിനൽ പ്രൊഫൈലിംഗ്, ടർവിയുടെ ഒരു ബുക്കാണ് ക്രിമിനൽ പ്രൊഫൈലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ബുക്ക് പറഞ്ഞേക്കുന്നത് ഫോറൻസിക്സിലാണ്. കാരണം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമുക്ക് ഫോറൻസിക്കിൽ കവർ ചെയ്യാനുണ്ട്. അതിൽ ആകെ 4 മൊഡ്യൂളാണ് ബയോളജിയിലുള്ളത്. റിമൈനിങ്
ഉള്ള പോർഷൻസ് ആണ് കെമിസ്ട്രിയിൽ ഉള്ളത്. വാട്ട് എവർ ഉള്ള പോർഷൻസ് നല്ല ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കുറച്ചധികം തന്നെ നോക്കാനുള്ള പോർഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ സോഴ്സുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇനിയുള്ള കുറച്ച് സമയത്തിനുള്ളിൽ ഈ സോഴ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻസ് നല്ല ഇൻഡെപ്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് നല്ല ഇൻഡെപ്ത് ഉണ്ടാവും. അപ്പൊ നമുക്ക് സമയമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അവിടെ മാറ്റർ ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻസ് പക്കയായിട്ട് നമുക്ക് സമയം കുറവാണ് അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് എളുപ്പമായിരിക്കും, ആ ഒരു പ്രസ്ഥാനം നമുക്ക് PSCക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മേ ബി സിമ്പിളോ ഇന്റർമീഡിയറ്റോ അഡ്വാൻസ്ഡോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഉണ്ടാവും. അപ്പൊ അത് അല്ലെ, നമ്മൾക്ക് 2 മാസേ ഉള്ളൂ, അത് ശരിയാണ്. അല്ലെങ്കിൽ നമുക്കിനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ, അത് ശരിയാണ്. പക്ഷേ നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു ലെവലിലേക്ക് ഉയർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ക്വസ്റ്റ്യൻസിനകത്ത് ഒരു കോംപ്രമൈസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അപ്പോഴാണ് ഈ സമയം കുറച്ച് നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം വരിക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കുകൾ യൂസ് ചെയ്ത് നമ്മൾ ക്ലാസ് എടുക്കുകയും നോട്ട് പ്രിപ്പയർ തരികയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കമ്പാരിറ്റീവ്ലി, അല്ലെ? നമ്മൾ തപ്പിപ്പോയി ബുക്കൊക്കെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് വായിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് വെച്ച് ക്ലാസ് കേട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈ സമയമില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അല്ലാത്ത ആളുകൾ ഈ പുസ്തകങ്ങളൊക്കെ വെച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കിനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായി അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും ആക്റ്റീവായിട്ട് എക്സാം പ്രിപ്പറേഷനിലേക്ക് പോവുക. ട്രാക്കിലാവേണ്ട സമയമായി. കാരണം നമുക്ക് അങ്ങനെ വലിയൊരു സമയമോ അല്ലെങ്കിൽ ഒരു ടൈം ഗ്യാപ്പോ ഒന്നും തന്നെ ഇല്ല. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്മാർട്ട് ആയിട്ട്, അല്ലെ, ഹാർഡ് വർക്ക് മാത്രം കൊണ്ട് നമുക്ക് എക്സാമിലോട്ട് പോകാൻ പറ്റില്ല. സ്മാർട്ട് വർക്കും കൂടെ വേണം. അപ്പൊ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ഒക്കെ ചെയ്ത് നിങ്ങൾ ആ ട്രാക്കിലോട്ട് ആദ്യം വരിക. എന്നിട്ട് എക്സാം ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റട്ടെ. അപ്പൊ അതിനു വേണ്ട പ്രിപ്പറേഷൻസ് നിങ്ങൾ വളരെ നേരത്തെ, തുടങ്ങാത്തവര്, ഇനിയും തുടങ്ങാത്ത ആളുകള്, അല്ലെ, വെയിറ്റ് ചെയ്തിരിക്കരുത്. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. തുടങ്ങിയ ആളുകള് എത്രയും കുറച്ചുകൂടെ ഒന്ന്, അല്ലെ, കുറച്ചുകൂടെ ഒന്ന് ഇന്റൻസീവ് ആക്കുക. സമയം നമുക്ക് വളരെ കുറവാണ്, നമ്മുടെ സിലബസ് വാസ്റ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.